ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു യാത്ര പോകുന്നിരിക്കുകയാണ് അല്ലേ? നമ്മള് മൂന്നാറ് വട്ടവട 2 ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അതെ, ചില്ലിംഗ് ആണ് ഞങ്ങളുടെ മെയിൻ. ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ്, ഇപ്പോഴാണ് സാധിച്ചത്. സുട്ടാപ്പില്ല കേട്ടോ ഞങ്ങളപ്പം. കാരണം ആളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല. ഓക്കെയാണ്, ക്ലൈമറ്റ് കുഴപ്പമുണ്ടാവാറില്ല. പക്ഷെ ഇപ്പൊ അവന് കുറച്ച് കോൾഡ് അല്ലെങ്കിൽ മൂക്കൊലിപ്പൊക്കെ ഉണ്ട്. അപ്പൊ ആളെ കൊണ്ടുവന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ അവനെ അത് പിന്നീട് ഞങ്ങൾക്ക് തന്നെ വലിയൊരു വല്ലായി മാറുകയാണ്. അപ്പൊ അത് കാരണം ആളെ വീട്ടിൽ നിർത്തിയിട്ടാ പോന്നിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ കൂടെ സുരക്ഷിതനായിട്ട് വീട്ടിൽ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു കോട്ടേജ്. ഒരു ഷേപ്പിലുള്ള ഒരു ഫ്രെയിം കോട്ടേജ് ആണ്. അതെ അതെ അതെ. അപ്പൊ അതിന്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പൊ ഈ ഒരു വിവരമാണ് ഈ ഒരു വിവരണമാണ് നിങ്ങളുടെ അടുത്ത് നമ്മളിപ്പോ കാണിക്കാൻ പോകും. രാവിലെ ഞാൻ എങ്ങനെയാണ് സുട്ടുവിനെ പറ്റി ചിറങ്ങിയെന്ന് നോക്കിപ്പോ കണ്ടിട്ട് വരാം. അമ്മൂസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ സുട്ടുമണി ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വമാണ് അമ്മൂസ് ഡീൽ ചെയ്തത്. നൈസായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മയുടെ കൊടുത്തിട്ട് അടുക്കള വഴി സുട്ടുമണി കാണാതെയാണ് കേട്ട് ഇറങ്ങിയത്. അപ്പൊ ഈ സമയം ഞാൻ അമ്മൂസിന്റെയും എന്റെയൊക്കെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പയ്യെ പുറത്തോട്ട് ഇറങ്ങുമായിരുന്നു. ഒളിച്ചു വന്നേക്കണ ഇത്. അപ്പൊ ഗായ്സ്, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്മൂസ് സുട്ടാപ്പി കാണാതെ ഒളിച്ചും പാത്തുമൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് വീട്ടിൽ നിന്ന് ഒരു വിധത്തിൽ ഇറങ്ങി കേട്ടോ. അപ്പൊ റോഡിൽ നല്ല തിരക്കായിരുന്നു. ഒരു വിധത്തിൽ തിരക്കൊക്കെ ഒഴിവാക്കി നമ്മൾ പോന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് പയ്യൊരു ദോശയും സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ബാക്കി യാത്രകൾ തുടങ്ങിയത്. നമ്മൾ 2 പേരെ ഉള്ളെങ്കിലും നമ്മുടെ വൈബിനൊന്നും യാതൊരു കുറവില്ലായിരുന്നു കേട്ടോ ഗൈസ്. അമ്മൂസും ഞാനും കൂടി അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റേ എത്തി കേട്ടോ. നമുക്ക് അവളോട് സുന്ദരിയായല്ലോ. നമ്മുടെ സ്റ്റേ ഇല്ല, അമ്മൂസ് ഇതാ കാണുന്നതാണ്. പോണതിന് മുമ്പായിട്ട് മുകളിൽ പോയിട്ട് മറ്റേ സംഭവം നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്ക് അത് നടന്നോ പോട്ടെ. വെയിലുണ്ട്, പക്ഷെ വൈകിട്ടാകുമ്പോ വെയിൽ മാറുമെന്നാണ് ഇവര് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. കൊള്ളാം കൊള്ളാം. അങ്ങനെ നമ്മൾ നടന്നു പോണ വഴിക്ക് നേരെ ഒരു പൂളൊക്കെ കാണാനായിട്ട് ഇടയായി കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. നേരെ നമ്മൾ അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്പോട്ട്, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസ് ആയിരുന്ന ഒരു സ്പോട്ടായിരുന്നു. നേരെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഒരു ഫോട്ടോ സ്പോട്ടിലോട്ടാണ്. അതായത് നെസ്റ്റ് ഷേപ്പിലൊരു ഫോട്ടോ സ്പോട്ടൊക്കെ ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. റൂം കാണിച്ചു തരാം. നമുക്ക് പോയേക്കാം. അങ്ങനെ നമ്മുടെ റൂം എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കളെ. ഈ കാണുന്ന ഫ്രെയിമാണ് നമ്മുടെ റൂം. ടാടാ, ഇതിന്റെ ഫുൾ വ്യൂ ഇപ്പൊ കാണിച്ച. നേരെ നമ്മുടെ റൂമിന്റെ അകത്തോട്ടുള്ള പ്രയാണമാണ് സുഹൃത്തുക്കളെ. ഒരു സുന്ദരമായ ബെഡ്. ഹായ്, കൊള്ളാം കേട്ടോ. നല്ലൊരു രസം. ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ടോ, ഒരു കിടുക്കാച്ചി കണ്ണാടിയൊക്കെ ഉണ്ട് നമ്മളെ ഫുള്ള് കിട്ടുന്ന രീതിയിൽ. ഇത് നമ്മുടെ ബാത്റൂം. ഹൈ, ലൈറ്റൊക്കെ ഉണ്ടല്ലോ. ഇത് ബാത്റൂം. ഞാനുണ്ട്. ഹൈ, അമ്മൂസ് അങ്ങോട്ടേക്ക് പോയി. പിന്നെ നമുക്ക് എക്സ്ട്രാ ബെഡ് ഇവിടെ ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലോട്ട് പോകാൻ പറ്റും, അവിടെ ആളുകൾക്ക് കിടക്കാൻ പറ്റും കേട്ടോ. മൂന്നാർ എത്താനായിട്ടൊരു 20 കിലോമീറ്റർ മുമ്പ് ആണ് നമ്മുടെ ഈ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഈ പേര് സ്റ്റേയുടെ റോക്ക് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിഥിയുടെ ഇൻസ്റ്റാഗ്രാം അതിഥി കേരള എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് നമുക്ക് ഈ സ്റ്റേ നമുക്ക് റെഡിയായി കിട്ടിയത്. നമ്മള് ഈ പ്ലാൻ ആരംഭിച്ചപ്പോഴത്തേക്കും ഫുള്ള് ഇങ്ങനെ പഴുതായിരുന്നു. അപ്പൊ ഇൻസ്റ്റയിൽ കണ്ട ഒരു പേജാണ്. അതെ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെ. അതെ അതെ. അപ്പൊ അങ്ങനെ നമ്മള് കേറി. അപ്പൊ ഈ വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോ മനസ്സിലാകത്തില്ല,
കുത്തനെ ഉള്ള ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞിരിക്കുന്ന നമ്മൾ ആ കർവിന്റെ അവിടെ എത്തുമ്പോഴാണ് അങ്ങോട്ടാണ് വളക്കേണ്ടതെന്ന് മനസ്സിലാവുന്നത്. ഇവളെ എന്റെ അടുത്ത് ചോദിക്കടാ നിനക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമോടാ? എന്റെ പൊന്നെ, ഞാൻ നെഞ്ചിങ്ങനെ പിടിച്ചോണ്ടാണ് ഞാൻ ഓടിക്കണത്. തിരിച്ച് വീട്ടിച്ചെണ്ട് സുട്ടാപ്പിനെ കാണാനുള്ളതാണ്, അതുകൊണ്ടാ. അപ്പൊ അങ്ങനെ ഒരു വിധത്തില് നമ്മള് നേരെ അപ്പൊ സ്റ്റേയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് അല്ലെ നമ്മള് ഹാപ്പിയായി. കാരണം നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം ഈവനിങ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ക്ലൈമറ്റ് ഒക്കെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അതെ അതെ, കാരണം ഞങ്ങൾ വന്നപ്പോ ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വൈകിട്ടാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വരുന്നുണ്ട്. അതെ അതെ. അപ്പോ അല്ലേ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഒന്ന് കിടന്നുറങ്ങണം കാഴ്ച, ക്ഷീണമായി. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ ഇവിടുന്ന് വട്ടവട പോകുന്നു, ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ പോയിട്ട് വരാം ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.